ഗോഡ്. വേഗത്തിൽ ആ വചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റാണ് ദൈവ സാന്നിധ്യം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവരറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഇന്ന് രാത്രി കർത്താവ് ആരോടോ ഇന്ന് രാത്രി വീണ്ടും വിളിച്ചു പറയുന്നു, നിങ്ങൾ അറിയുന്നില്ല, എൻ്റെ കർത്താവ് നിങ്ങളോട് ചേർന്ന് നടക്കുകയാണ്. ഓ, എത്ര പേര് ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ആ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇന്ന് രാത്രി ഞാൻ ആ ഒരു പ്രസൻസ് ഞാൻ ഇന്ന് രാത്രി ഇത് വായിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളോട് കൂടെ കർത്താവ് ചേർന്ന് നടക്കുന്നത്. ഓ, മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞേ. ഇത് വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഈ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ കാണാതെ വണ്ണം താൽക്കാലികമായി സ്വർഗം നിരോധിച്ചു വച്ചിരിക്കുന്നു. എന്താ നിരോധിച്ചു വച്ചിരിക്കുന്നേ? യേശുവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ചേർന്ന് നടക്കുന്നത്. അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ നടക്കുന്നത്. നീ നടക്കുമ്പോ, നീ ഇരിക്കുമ്പോ, നീ സംസാരിക്കുമ്പോ, നീ തർക്കിക്കുമ്പോ, നീ വിഷമിക്കുമ്പോ, നീ ഭാരപ്പെടുമ്പോ, കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ഈ ദിവസങ്ങളിൽ അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ചേർന്ന് നടക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ പറയുന്നു, ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളെ സംഭവിച്ച പലതിനെ ഓർത്ത്. ഇന്ന് രാത്രി ഞാൻ ദൂതാണ് പറയുന്നത്, സ്വത്ര പ്രോഫിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായി ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ നീ കണ്ടത്, നീ കേട്ടത്, നീ അനുഭവിച്ചത്, നീ അറിഞ്ഞതുമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ അറിയാതെ വണ്ണം, നീ കാണാതെ വണ്ണം താൽക്കാലികമായി ദൈവം നിരോധിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോ നീ അറിയുന്നില്ല, അവന്റെ സാന്നിധ്യം നിന്നോട് ചേർന്നിരിക്കുന്നത്. നീ ഭാരത്തോട് ചില കാര്യങ്ങൾ പറയുമ്പോ, നീ ഭാരത്തോട് ചില കാര്യങ്ങൾ, അതേ ദൈവമേ, നിന്റെ വീട്ടിനകത്തിരുന്ന്, നിന്റെ ഭവനത്തിനകത്തിരുന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ ഇന്ന് രാത്രി തിരിച്ചറിയേ, നീ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം, നീ കാണാതെ വണ്ണം താൽക്കാലികമായി ഇന്ന് രാത്രി ആരോട് കർത്താവ് പറയുന്നു, അറിയാത്ത മണ്ഡലത്തിൽ നിന്നോട് കൂടെ, നീ കാണാത്ത മണ്ഡലത്തിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ആ മറകൾ നീക്കി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. എന്താ അതിന്റെ അർത്ഥം? നിന്റെ വിഷയത്തിന് ഈ രാത്രി വിടുതലായെന്ന്, നീ സംസാരിച്ച വിഷയത്തിന്, നീ തമ്മിൽ സംസാരിച്ച, നിന്റെ വീട്ടിനകത്തിരുന്ന് തമ്മിൽ സംസാരിച്ച, തമ്മിൽ ചർച്ച ചെയ്ത ആ വിഷയത്തിന് വിടുതലായി എന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. ഏറ്റെടുത്തോ, ഇന്ന് രാത്രി ഏറ്റെടുത്തോ. യേശുവിൻ നാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ വീട്ടിനകത്തിരുന്ന് നീ തമ്മിൽ സംസാരിച്ച ഏതോ ചില വിഷയങ്ങൾക്ക് ഇതാ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം അതിന്റെ വിടുതൽ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്നത്. ആത്മാവിലെ പ്രതികരിക്ക്. ആരോടോ ദൈവം പറയുന്നു, നിന്റെ വീട്ടിനകത്ത് ഒരു പ്രാവ് കുറുകുന്നത് പോലെ കുറുകി ഇരിക്കുന്ന ചില വിഷയങ്ങൾ, തമ്മിൽ സംസാരിച്ച ചില വിഷയങ്ങൾ, ഇതോ അത് കാണുന്നവൻ,
ദൈവം നിന്നോട് കൂടെ ഇരിപ്പുണ്ട്. അത് നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഇന്ന് രാത്രി വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിന്നോട് ചേർന്ന് നിൽക്കുന്നൊരു സാന്നിധ്യം, നിന്നോട് ചേർന്ന് നടക്കുന്നൊരു സാന്നിധ്യം. ആ ഒരു ആത്മതലം ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. ആ ഒരു ആത്മതലം ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കുന്നു, നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നമ്മളുടെ കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നമ്മളുടെ കൂടെ ഒരു സാന്നിധ്യം ഇരിക്കാൻ പോകുകയാണ്. നീ ഇരിക്കുന്നിടത്ത്, നീ നടക്കുന്നിടത്ത്, നീ സംസാരിക്കുന്നിടത്ത് ഈ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ആരോടോ ദൈവാത്മ പറയുന്നു, നീ സംസാരിച്ചത് അവൻ കേട്ടു, നീ നടന്നപ്പോൾ അവൻ കൂടെ ഇരുന്നു, നീ 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 ഭാരപ്പെട്ടപ്പോൾ അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരുന്നു. എനിക്ക് അല്പം ഒന്ന് പഴയ നിയമത്തിലോട്ടൊന്ന് പോവാം. ഒന്ന് വായിച്ച പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 12 മുതലൊന്ന് വായിച്ചേ. മോശ യഹോവയോട് പറഞ്ഞതെന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് ഒരു സ്വോത്രം പറഞ്ഞേ. ഇതാരോടാ പറയുന്നേ? ആരോടാ പറയുന്നേ? മോശ ദൈവത്തോട് പറയുക, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളേ? നീ എന്നോട് എന്താ കൽപ്പിച്ചിട്ടുള്ള? ഈ ജനത്തെ കൂട്ടിക്കൊണ്ട്. ഇതാണ് ദൈവം മോശയെ ഏൽപ്പിച്ച നിയോഗം അല്ലേ? ഇതാണ് മോശയുടെ മേൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അല്ലേ? പറഞ്ഞേ. ഇന്ന് രാത്രി കർത്താവ് ആരോടോ പറയുന്നു, ചില ശുശ്രൂഷകൾ, ചില നിയോഗങ്ങൾ നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് ദൈവസന്നിധി നിവർന്ന് നിന്ന് സംസാരിക്കാം. മനസ്സിലായോ? എൻ്റെ മേലൊരു നിയോഗം, ദൈവത്തിൻ്റെ നിയോഗം കിടപ്പുണ്ടെങ്കിൽ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളി കിടപ്പുണ്ടെങ്കിൽ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ കിടപ്പുണ്ടെങ്കിൽ, ഞാൻ ഒളിച്ചിരിക്കണം. പണ്ട് അഭിഷേകം വന്നിട്ട് ശൗല് ഒളിച്ചിരുന്നില്ലേ പാത്രങ്ങളുടെ ഇടയിൽ? അതുപോലെ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. സിംഹം വന്നാൽ, കരടി വന്നാൽ ദാവീദിനെ പോലെ പുറത്തോട്ട് വരും. വിളിയുള്ളവൻ ഒളിച്ചിരിക്കത്തില്ല, തെരഞ്ഞെടുപ്പുള്ളവൻ ഒളിച്ചിരിക്കത്തില്ല. ഇന്ന് രാത്രി ധൈര്യമായിട്ട് പ്രാഗൽഭ്യത്തോടെ, അവക്കാരുടെ ഉള്ളിൽ പരിശുദ്ധത തരുന്നേ, പ്രാഗൽഭ്യത്തോടെ നിന്റെ ഉള്ളിൽ നിയോഗം ഉണ്ടെങ്കിൽ, വിളി ഉണ്ടെങ്കിൽ, നിയമം ശുശ്രൂഷ കിടപ്പുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്ക്. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും? കർത്താവിന്റെ ദാസനോടൊക്കെ കണക്ട് ചെയ്ത് വരികയാണ് ദൂത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. പക്ഷെ ഇന്ന് രാത്രി പറ, നീ അന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തുവാ എൻ്റെ അർത്ഥം? വാഗ്ദത്തം എൻ്റെ മേൽ കിടപ്പുണ്ടല്ലോ അല്ലേ? വിളി എൻ്റെ മേൽ കിടപ്പുണ്ടല്ലോ. ഞാൻ ഞായറാഴ്ച പറഞ്ഞ വാക്ക് ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ദർശനം എൻ്റെ മേൽ കിടപ്പുണ്ടല്ലോ. അത് എൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഈ സാഹചര്യം കണ്ട് ഞാൻ പേടിക്കത്തില്ല, ഈ അവസ്ഥ കണ്ട് ഞാൻ പേടിക്കത്തില്ല, ഈ പ്രതിസന്ധി കണ്ട് ഞാൻ പേടിക്കത്തില്ല. കാരണം എനിക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കാം. കാരണം നീ എന്നോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നോട്
വാക്ക് എന്റെ മേൽ കടപ്പുണ്ടല്ലോ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാൻ പോവാ. ഒരു വചന വെളിപ്പാടാണേ. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരു മകൻ അപ്പൻ്റെ മുമ്പിലോട്ട് വന്നു. അപ്പ, എനിക്കുള്ള ഷെയറൊക്കെ തരണം അല്ലേ. അപ്പനെല്ലാം എഴുതി അല്ലേ കൊടുത്തു. ഈ മോൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഈ മകന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് മുടിയനായ പുത്രൻ. നമ്മുടെ പ്രസംഗിക്കുന്ന പേരും മുടിയനായ പുത്രൻ. ഈ മോൻ എല്ലാം നശിപ്പിച്ചു, സകലവും അല്ലേ. ഒരു ദിവസം ഒരു പന്നി ആഹാരം കഴിക്കുന്നത് പുള്ളി ദൂരെ നിന്ന് കണ്ടപ്പോൾ എൻ്റെ ഭാഷ പറയാം, പുള്ളിയുടെ വായ്ക്ക് കത്തി ബോട്ടൊട്ടിക്കാനുള്ള വെള്ളം ഊറിക്കാണും അല്ലേ. പന്നിയുടെ ആഹാരം കണ്ടപ്പോൾ കൊതി വന്നു. അവനോട്ടന്നെ ഓർത്തു, ഏത് ലെവലിലായി എൻ്റെ അപ്പൻ എന്നെ ഇരുത്തിയിരുന്നേ, അതല്ലേ ഞാൻ നഷ്ടപ്പെടുത്തിയേ. അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു കാണും. അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ പോവും. എങ്ങനെ പോകും? മടങ്ങിപ്പോകും. മടങ്ങി ചെന്നിട്ട് അപ്പനോട് ഞാൻ പറയും, അപ്പാ, അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ വേലക്കാരിൽ ഒരുവനായി ഞാൻ ഇരുന്നോളാം എന്ന് പറയാമെന്ന് തീരുമാനിച്ചുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം മകൻ, എല്ലാവരും ശ്രദ്ധിക്കണേ, അപ്പൻ്റെ അവകാശിയായിരുന്ന മകൻ ഇപ്പൊ പറയാം, ഞാൻ ദാസനായിരുന്നോളാം. കാരണം ഇനി മകനെന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം എനിക്ക് നഷ്ടപ്പെടുത്തി എനിക്കിന്നില്ല അല്ലേ. നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് പ്രാഗൽഭ്യം ശരിയല്ലേ. ശ്രദ്ധിച്ച് കേൾക്കണം, ദൂതിതാണ്. അങ്ങനെയുള്ള മകന് പോലും 1% പോലും പ്രാഗൽഭ്യമില്ലാതിരുന്ന മകന് പോലും ഈ അപ്പൻ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് എല്ലാം കൊടുത്തപ്പോ ഇവനും പോലും കൊടുക്കാതെ മാറ്റിരുന്ന, ഇതാണ് ഇവന് കൊടുത്തതിനേക്കാളും വില ഈ മോതിരത്തിനുണ്ട്. എൻ്റെ ഒരു ചിന്തയാണത്, ദൈവം തരുന്നൊരു ചിന്തയാ. ഈ മോതിരമൂതി അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ പറയാൻ വന്ന ദൂതിതാ, ഒരു അല്പം പോലും പ്രാഗൽഭ്യമില്ലാത്ത ഒരു മകനെ പോലും ഈ അപ്പൻ ഇത്രയും അധികം അംഗീകരിച്ചെങ്കിൽ, ഇത്രത്തോളം സ്നേഹിച്ചെങ്കിൽ, ഇത്രത്തോളം ആദരിച്ചെങ്കിൽ, വാഗ്ദത്തമുള്ള നിന്നെ എന്നെ അപ്പൻ തള്ളിക്കളയോ? ഈ രാത്രി ആരോടൊക്കെ ദൈവം ചോദിക്കുന്ന ചോദ്യമാ. അപ്പന്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെടുത്തിയവന്, ഒരു പ്രാഗൽഭ്യമില്ലാത്തവനോടും ഈ അപ്പൻ ഇത്രയും സ്നേഹം കാണിച്ചെങ്കിൽ, ശരിയല്ലേ വാസേ? ശരിയല്ലേ? അവൻ പറഞ്ഞ വാക്ക്, അപ്പാ ഞാനിനി മകനായിരിക്കാൻ, അവകാശിയായിരിക്കാൻ യോഗ്യനല്ല. നീ മാസം തോറോ ആഴ്ച തോറോ ഡെയിലി ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നില്ലേ, അല്ലെങ്കിൽ നീ ആഹാരം മാത്രം കൊടുത്തു നിർത്തിയിരിക്കുന്നില്ല. നിന്റെ കുറെ ദാസന്മാർ, അവരുടെ കൂടെ ഞാൻ കടന്നോളാം, അവരിൽ ഒരുവനാ ഞാൻ എനിക്കുള്ള കാലം ജീവിച്ചോളാം എന്ന് പറഞ്ഞവരെ മകനെ എന്ന് വിളിച്ച്
ഇന്നു രാത്രി ദൈവാത്മാവാരോട് പറയുന്നു, എല്ലാം നഷ്ടപ്പെടുത്തിയവരെ പോലും സ്നേഹിച്ച അപ്പനെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള നിന്നെ ഈ അപ്പൻ കൈവിടത്തില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, സാഹചര്യം മോശമാ, അവസ്ഥ മോശമാ, പക്ഷേ നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലേ? അങ്ങനെയല്ലേ മോശ പറഞ്ഞേ, നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ആ കൽപ്പന കിടക്കുകയല്ലേ, ആ വാഗ്ദത്തം കിടക്കുകയല്ലേ, ആ വിളി കിടക്കുകയല്ലേ, ആ തെരഞ്ഞെടുപ്പ് കിടക്കുകയല്ലേ, ആ ദർശനം ഉള്ളിൽ കിടക്കുകയല്ലേ, ആ ശുശ്രൂഷ ഉള്ളിൽ കിടക്കുകയല്ലേ. അത് ഉള്ളത് കൊണ്ട് എത്രയൊക്കെ പറയാൻ പറ്റും? അത് ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിൽക്കാം. അല്ലേ? അത് എൻ്റെ മേ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ കർത്താവിനോട് പറയാം. എന്താ പറയുന്ന മോശ? വായിച്ചാട്ടെ. കൽപ്പിച്ചുവല്ലോ, എങ്കിലും ഈ കാര്യം പറഞ്ഞു, ഈ വാക്തത്വമൊക്കെ പറഞ്ഞു. എങ്കിലും ആരെ എന്നോട് കൂടെ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് മറവിയുണ്ടോ അജു ബ്രദറെ? ദൈവം മറക്കുവോ? എൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് പറഞ്ഞ ദൈവം ഈ കാര്യം പറയാൻ മറക്കുവോ? ഇല്ലല്ലോ. എന്താ കാര്യം പറയാത്തെ? നീ അറിയാത്ത ഒന്ന് 14-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. വായിച്ചേ. അതിനെ അവൻ, ദൈവം പറയുക, ഇത് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? രാത്രിയിൽ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? രാത്രി പ്രസംഗമൊക്കെ നിർത്തിയിട്ടിരുന്ന് ആരാധിക്കാൻ തോന്നുക എനിക്ക്. സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ നീ പറഞ്ഞില്ലേ? എന്നോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, കൽപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നത്തെ അവസ്ഥ ഞാൻ ഒറ്റയ്ക്കാ. അല്ലേ? ഇന്നത്തെ അവസ്ഥ ഒരു സ്വതന്ത്രം പറഞ്ഞേ. അമ്മേ, ഇന്നത്തെ അവസ്ഥ ഒറ്റയ്ക്ക. പക്ഷെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയാ, എൻ്റെ സാന്നിധ്യം, എടാ കൂടെ ആരും വേണ്ട, ഞാൻ തന്നെ കൂടെ ഇരിക്കാൻ പോവാ. പക്ഷേ 15 ദിവസം ഞാൻ പാസ്റ്ററോട് ഇരിക്കാം, അടുത്ത 15 പാസ്റ്ററോട് ഇരിക്കാം. അങ്ങനെയാണോ? നീ എവിടെ പോയാലും, നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ കൂടെ ഇരിക്കും. എൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഇരിക്കും. ഓ, ഞായറാഴ്ച മാത്രമൊന്നല്ല, ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ മാത്രമൊന്നല്ല, സഭയിൽ യോഗം നടക്കുമ്പോൾ മാത്രമൊന്നല്ല, നീ മുട്ടുകുത്തുമ്പോൾ മാത്രമൊന്നല്ല, നീ പോരുന്നിടത്തൊക്കെ, നീ പോകുന്നിടത്തൊക്കെ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അടുത്തതാണ് ഹൈലൈറ്റ്.
സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ, സാന്നിധ്യം ഉണ്ടെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ സ്വസ്ഥത മേടിക്കാൻ പോകേണ്ടി വരില്ല. സ്വസ്ഥത നിന്നെ തേടി വരും. ഓ, ഇന്ന് രാത്രി മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത, മനസ്സിൻ്റെ സ്വസ്ഥത കേടുവരുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാതെ, വചനം എടുത്ത് വായിച്ചാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ പോലും വിടാതെ നിന്റെ മനസ്സിനെ പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, സ്വസ്ഥതക്കേട് വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ, പിശാചിൻ്റെ തന്ത്രം ഇന്ന് രാത്രി സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ഈ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ഈ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ അതിന്ന് രാത്രി അഴിഞ്ഞ് ഒരു സ്വസ്ഥത നിന്റെ ഹൃദയത്തിൽ, സ്വസ്ഥത നിന്റെ ഭവനത്തിൽ, സ്വസ്ഥത നിന്റെ ആത്മാവിൽ, സ്വസ്ഥത നിന്റെ ജോലിയിൽ, സ്വസ്ഥത നിന്റെ ശുശ്രൂഷയിൽ, സ്വസ്ഥത നിന്റെ സഭയിൽ, സ്വസ്ഥത നിന്റെ തലമുറകളിൽ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിന് രാത്രി ഈ ദിവസങ്ങളിൽ ഈ സാന്നിധ്യം ഇരുന്ന് നിന്നെ നടത്തുവാൻ പോകുന്നു ഒരു ഭയങ്കര സ്വസ്ഥതയിലേക്ക്. ഇന്ന് നീ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളോടുള്ള ബന്ധത്തിലും ഇന്ന് രാത്രി ഒരു വലിയ സ്വസ്ഥത വരുത്താൻ പോവുകയാണ്. അല്ലേ? മാറ അസ്വസ്ഥതയല്ലേ പാസ്റ്ററേ? മാറ അസ്വസ്ഥതയല്ലേ? ചെങ്കടൽ അസ്വസ്ഥതയല്ലേ? യോർദാൻ അസ്വസ്ഥതയല്ലേ? തിരിയാൻ പോകുന്നു. മാറയിലെ കയ്പ് മാറാൻ പോകുന്നു. ഇന്ന് രാത്രി സ്വസ്ഥത വരാൻ പോകുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് ഈ ദിവസങ്ങളിൽ ഈ സാന്നിധ്യം നിന്നെ നടത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവരുടെ കാര്യങ്ങൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്ക്. ഒരു വലിയ സ്വസ്ഥത എന്റെ കർത്താവ് നിനക്ക് തരാൻ പോകുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ സ്വസ്ഥതക്കേടുകളും മാറട്ടെ. സാമ്പത്തിക വിഷയങ്ങളെ ഓർത്തുള്ള സ്വസ്ഥതക്കേട്, ശാരീരിക രോഗങ്ങളെ ഓർത്തുള്ള സ്വസ്ഥതക്കേട്, കുടുംബത്തെ ഓർത്തുള്ള സ്വസ്ഥതക്കേട്, തലമുറകളെ ഓർത്തുള്ള സ്വസ്ഥതയില്ലായ്മ ഇന്ന് രാത്രി സാന്നിധ്യം ഇറങ്ങുമ്പോൾ യേശുവിൻ നാമത്തിൽ നീങ്ങട്ടെ. ഒരു സോദരൻ പറഞ്ഞേ, പുള്ളി ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്ക അന്ന് കേട്ടെ. അല്ലേ? മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം പോലും ഈ വാക്ക് കേട്ടിട്ടില്ല. സാന്നിധ്യം, ഞാൻ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാന്നിധ്യത്തെ പുള്ളി കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം കേട്ടപ്പോൾ ചിലരെ പോലെ ചിലരിങ്ങനെ ഹല്ലേലൂയ സ്വോത്രം, ഈ കേൾക്കുമ്പോൾ പിന്നെ ഇരുന്നൊരു പ്രാർത്ഥനയാ സ്വോത്രം. പുള്ളി കേട്ട് കഴിഞ്ഞപ്പോൾ 15-ാം വാക്യത്തിലൊരു പ്രാർത്ഥന, അവനോട്. ഇത്രയും നാൾ ഈ പ്രാർത്ഥനയില്ല. ഈ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, നിനക്ക് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞപ്പോൾ മുട്ടു മടക്കിയിട്ടൊരു പ്രാർത്ഥന, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ചിലരൊക്കെ നോക്കുന്നുണ്ട് നിന്നെ ഇവിടെ കുറ്റി അടിച്ച് ഇവിടെ ഇടാൻ.
പണ്ടൊരു കഴുതയെ ഇട്ടതുപോലെ. പക്ഷെ ഇന്ന് രാത്രി കെട്ടുപൊട്ടാൻ പോവാ. എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് പറയുകയാണ്, എവിടെയൊക്കെയോ നിന്നെ ഒരു കുറ്റിക്ക് ചുറ്റുമിട്ട് കറക്കാൻ പിശാചിലെ അതൽ വരമ്പ് കേട്ട് നിന്നെ കെട്ടുപൊതിക്കാൻ ശ്രമിക്കുമ്പോ കർത്താവ് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്നെ ഇവിടെ നിന്ന് ഒരു വലിയ യാത്ര, ഒരു വലിയ പുറപ്പാട്. ആണല്ലോ, ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, ഇവിടെ ഇടാൻ വേണ്ടി ഒരു കെട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആ കെട്ടുപൊട്ടും. കഴുതയുടെ കെട്ടുപൊട്ടും. ചിലരൊക്കെ ചോദിക്കും എന്തിനാ പൊട്ടിക്കുന്നതെന്ന്. അപ്പൊ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ഇന്ന് രാത്രി വിളിച്ചു പറ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ഈ രാത്രി ആരെയൊക്കെ നോക്കി കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിന്നെ കെട്ട് ഇന്ന് രാത്രി പൊട്ടുന്നു. മോശ പറയാ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ. അപ്പൊ എനിക്ക് മാത്രമല്ല ഒരു പുറപ്പാട് അല്ലേ? പൗലോസ് ശീലാസും കൂടെ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. ഈ അടുത്തിരുന്ന് എൻ്റെ ഒരു ചിന്തയാണ്, അടുത്തിരുന്ന് കേട്ടോണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു കാണും, എടാ പൗലോസേ, ഞങ്ങൾക്കൂടെ അറിയാവുന്ന പാട്ട് പാടടാ, അല്ലേ? പക്ഷെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച സാന്നിധ്യം ഇറങ്ങിയ ഇത് കേൾക്കുന്നവരിൽ കൂടെ വിടുതൽ വ്യാപരിക്കും. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, സ്തോത്രം 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 പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. പ്രസംഗിക്കുന്നെങ്കിൽ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, സാന്നിധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുക. ആമേൻ. ഈ പാട്ട് പാടുമ്പോൾ സാന്നിധ്യത്തിൽ നിന്ന് പാടണം. അറിയത്തില്ലെങ്കിൽ സാന്നിധ്യം ഇറങ്ങിയാൽ വിടുതലാണ്. കേട്ടിരിക്കുന്നവർ ഒരു പക്ഷേ അറിയാത്ത പാട്ടായിരിക്കും, ആദ്യമായിട്ട് നീ പാടുന്ന പാട്ടായിരിക്കും, ഒരു പിടിയും കാണത്തില്ല. പക്ഷെ കേട്ടോണ്ടിരിക്കുന്ന വല്ലതും വിടുതൽ വ്യാപരിക്കും. എന്താണെന്നറിയോ? അവൻ നിന്റെ വാക്ചാതുര്യം കൊണ്ടല്ല, സാന്നിധ്യം ഉണ്ടെങ്കിൽ. രാത്രി ഞാൻ പറയട്ടെ, ഇവിടോട്ട് കയറി നിൽക്കുമ്പം പ്രാർത്ഥിച്ചോട്ട് കയറണം, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം, അല്ലേ? സാന്നിധ്യം ഇല്ലാതെ പ്രസംഗിച്ചാൽ നാട്ടുകാർ പറയും ഇതിനേക്കാളും നന്നായിട്ട് രാഷ്ട്രീയക്കാർ പ്രസംഗിക്കും, അല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്ത് സാന്നിധ്യം ഇറങ്ങും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സാന്നിധ്യം കൂടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് അവൻ പ്രസംഗ കുറിപ്പല്ല, നമുക്ക് വേണ്ടത് ചില അനുഭവ സമ്പത്തല്ല, നമുക്ക് വേണ്ടത് ഒരു വലിയ ലിസ്റ്റ് അല്ല, നമുക്ക് വേണ്ടത് നല്ല ടൈറ്റിലല്ല, നമുക്ക് വേണ്ടത് സാന്നിധ്യമാണ്. ഇന്ന് രാത്രി സാന്നിധ്യമുണ്ട്, നിന്റെ മെസ്സേജിൽ സാന്നിധ്യമുണ്ട്, നിന്റെ ദൂതിൽ സാന്നിധ്യമുണ്ട്, നിന്റെ പാട്ടിൽ സാന്നിധ്യമുണ്ട്, നിന്റെ കയ്യിൽ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി കാര്യങ്ങൾ മാറാനിടയാകും. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ പറഞ്ഞേ, ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഇത് ഏതാ പുസ്തകത്തിലാ കിടക്കുന്നേ? പുറപ്പാട് പുസ്തകത്തിലാ. അതിനർത്ഥം നിനക്കൊരു പുറപ്പാടുണ്ട്, അതിനർത്ഥം നിനക്കൊരു യാത്രയുണ്ട്,
അതിനകത്ത് അർത്ഥം നിനക്കൊരു വാഗ്ദത്തമുണ്ട്. അതിലേക്ക് നിന്നെ എത്തിക്കത്തില്ലെന്ന് ശത്രു പറയുമ്പം ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ പോരും. നീ പോകുന്നിടത്തല്ല, നീ കൂടാരം അടിക്കുന്നിടത്തല്ല, നീ സഞ്ചരിക്കുന്നിടത്തല്ല, നീ ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ, നീ പ്രതികൂലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ, നീ പറവന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ, നീ പ്രശ്നത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ, ഈ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇത് ബാക്കി ഞാൻ അടുത്ത ആഴ്ച പ്രസംഗിക്കേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവ് 41:10 ഒന്ന് വരാം. ഒന്ന് വായിച്ചേ. യെശയ്യാവ്, സ്തോത്രം പറഞ്ഞേ. ഉറപ്പുണ്ടോ ഇന്ന് രാത്രി? നീ ഭയപ്പെടണ്ട. ഞാൻ ഉണ്ടോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന്, അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അടുത്ത ഭ്രമിച്ച് ഞാൻ ആരാ? ഞാൻ ആരാ? നിന്റെ കൂടെ ഇരിക്കുന്ന ഞാൻ ആരാ? ഉറക്കെ പറഞ്ഞേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ദൈവം. ശക്തിയോടെ പറഞ്ഞേ, എൻ്റെ ദൈവം. അടുത്ത ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? ക്ഷീണിച്ച് തളർന്ന് ഇരിക്കുക. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഞാൻ നിന്നെ വേറെ വല്ലതും വേണോ? നിനക്കൊരാവശ്യം വന്നാൽ നിന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് നിന്റെ കൂടെ ഇരിക്കുന്ന സാന്നിധ്യം സംസാരിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. ഒരു സ്വത്രം പറഞ്ഞേ. അടുത്ത പാസ്റ്റ് തൊട്ട് വെച്ചതാ, ഞാൻ വീണ്ടും അതിലോട്ട് വരിക. എൻ്റെ നീതിയുള്ള വലങ്കൈ എന്ത് ചെയ്യും? കർത്താവേ, എനിക്ക് താങ്ങാൻ കഴിയാത്ത വിഷയത്തോടെ ഞാൻ നിൽക്കുക. കർത്താവ് പറയുന്നത്, പേടിക്കണ്ട, ഞാൻ താങ്ങിക്കോളാം. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ടെന്ത് ചെയ്യും? താങ്ങും. എന്താ അതിൻ്റെ അർത്ഥം? നീ വീഴത്തില്ല, നീ തളർന്ന് വീഴത്തില്ല, നീ നശിക്കാൻ അവൻ അനുവദിക്കില്ല, നീ നിലം പരിചാകാൻ അവൻ അനുവദിക്കില്ല. അവൻ്റെ വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. നീതിയുള്ള വലങ്കൈ കൊണ്ട് അവൻ നിന്നെ താങ്ങും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ വന്നേ. യോശുവ 1:9 ഒന്ന് പെട്ടെന്ന് വായിച്ചേ. യോശുവയോടും കൂടെ പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ ഇരിക്കണം? ഉറപ്പും. ആദ്യം എന്ത് വേണം? ഈ ചാഞ്ഞ മതിലും ആടുന്ന വേലിയുമല്ല, ഉറപ്പ്. ആ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അധൈര്യം ഉണ്ടാകല്, ധൈര്യത്തോടിരിക്കണം. അടുത്ത്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരടയാളം കർത്താവ് തരുന്നുണ്ട്. അറിയോ? ഈ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നതിന് മോശയോട് ദൈവം പറഞ്ഞു, സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരു പുതിയ നിയമ വിശ്വാസിക്ക്, അല്ലെങ്കിൽ പുതിയ നിയമ ഒരു ദൈവ പൈതലിന് കർത്താവ് ഒരു അടയാളം തന്നിട്ടുണ്ട്. ആ അടയാളത്തെ ആര് സ്വീകരിക്കുന്നോ അവരിൽ ഈ അടയാളം വെളിപ്പെടും.
ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യവും മത്തായി 1:22 ഈ 2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. എന്താ ഈ അടയാളം? കന്യക ഗർഭിണിയായി ഒരു മകനെ എന്ത് ചെയ്യും? പ്രസവിക്കും. ഇതാണ് അടയാളം. സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിന് കർത്താവ് തന്നിരിക്കുന്ന അടയാളമാണിത്. എന്താ അടയാളം? അവൻ ഇമ്മാനുവേൽ. അപ്പൊ എന്താണ് അടയാളം? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ മകന്റെ പേര് എന്താ? മത്തായി 1:22 വരുമ്പോ അവിടെ ഇങ്ങനെ കാണുന്നു. വായിച്ച, പെട്ടെന്ന് വായിച്ചേ. കന്യക ഗർഭിണിയായി. യെശയ്യാവ് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ശ്രദ്ധിച്ചു കേൾക്കണേ. സാന്നിധ്യം. അതെ, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി അടയാളം അനുഭവിക്കാൻ കഴിയുന്നു? ഈ അടയാളം നമ്മിൽ അവൻ വെച്ചിട്ടുണ്ട്. ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നമ്മുടെ പുറമേയുള്ള ഒന്നും കണ്ടിട്ടല്ല, ഈ അടയാളം നിന്റെ മേലുണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ പറയും ഇവന് അടയാളമുണ്ട്. ഏതടയാളം? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. മനസ്സിലായവർ സ്വത്രം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ പൈശാചിക ശക്തികൾ, ദേശത്തിലെ ആധിപത്യങ്ങൾ, ദേശത്തിൽ അടക്കി വാഴുന്ന ചില അന്ധകാര ശക്തികൾ ഈ ദിവസങ്ങളിൽ ഈ അടയാളം കാണാൻ പോവുകയാണ്. ഏതടയാളം? ഈ അടയാളത്തിന്റെ പേര് ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പണ്ടാശാരി ഉപദേശി എഴുതിക്കൊണ്ട് നടന്നതുപോലെ ഞാൻ ഒരു വിശ്വാസിയാണെന്ന്, ഞാനൊരു ദൈവ പൈതലാണെന്ന്, ഞാനൊരു ദൈവദാസനാണെന്ന് നമ്മൾ എഴുതിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി സാന്നിധ്യം ഉണ്ടെങ്കിൽ, സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഈ അടയാളം നിന്റെ മേലുണ്ടെങ്കിൽ, ഇമ്മാനുവേൽ നിന്റെ മേലുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ അന്ധകാര ശക്തികൾ തിരിച്ചറിയും, പൈശാചിക ശക്തികൾ തിരിച്ചറിയും, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തിരിച്ചറിയും. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒരു ശേഷം മനുഷ്യനല്ല, നീ ഒരു സാധാരണക്കാരനല്ല. നിന്റെ മേലൊരു അടയാളം. ഇന്ന് രാത്രി നീ മടങ്ങി പോകുമ്പോ ഈ അടയാളം പ്രാപിച്ചുകൊണ്ട് പോകാവൂ. എന്താ ആ അടയാളത്തിന്റെ പേര്? ഇമ്മാനുവേൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഇമ്മാനുവേൽ എന്നൊരു അടയാളം നിന്റെ മേലുണ്ടെങ്കിൽ പിശാച് ഭയക്കും, മനുഷ്യൻ ഭയക്കും, ലോകം ഭയക്കും. സ്തോത്രം. കാരണം സാന്നിധ്യമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്തോത്രം. ഒരിക്കൽ നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ താർസീസിന്റെ കപ്പലിലേക്ക് കയറിയ മനുഷ്യൻ, ആമേൻ, ഹല്ലേലൂയ, അയോന എന്ന മനുഷ്യൻ, സ്തോത്ര, കപ്പലിൻ്റെ അടിത്തട്ടി കിടക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ ഇളകുക, കടലിളകുക, പ്രശ്നം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ കപ്പലിൻ്റെ ഉടമസ്ഥൻ വന്ന് ചോദിച്ചു, നീ ആരാ? നീ എന്തിനാ കിടന്നിവിടെ ഉറങ്ങുന്നേ? എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്, നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്ക്, നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുക, ഈ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഒക്കെ സൃഷ്ടിച്ച ആമേൻ എന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ സേവിക്കുന്നവനാ ഞാൻ ദൈവത്തിന്റെ ദാസനാ. ഇത് പറയുമ്പോൾ അവർ ഭയന്നു.
ഇവർ ഒരുപടി പുറകിലോട്ട് പോയി. കാര്യമെന്താ? ഇവർക്കറിയാം ഇവൻ സേവിക്കുന്ന ദൈവത്തിനെ. ഇവർക്കറിയാം ഇവർ സേവിക്കുന്ന ദൈവത്തെ. അതെ, ഇന്ന് രാത്രി ആമേൻ അബ്രഹാമിനില്ലാതിരുന്നത്, ഇസഹാക്കിനും യാക്കോബിനും ഇല്ലാതിരുന്നത്, ഈ സാന്നിധ്യം കൂടെ നടക്കുമ്പോഴും മോശയ്ക്ക് അറിയാമായി ആമേൻ അറിയരുതാത്തിരുന്ന, മറഞ്ഞിരുന്ന, യെശയ്യാവ് ഇത് പ്രവചിക്കുമ്പോഴും യെശയ്യാവിന് പോലും മറഞ്ഞിരുന്ന ആ അടയാളം ഇന്ന് രാത്രി പുതിയ നിയമവിശ്വാസിയെ, പുതിയ നിയമ ശുശ്രൂഷകരെ, ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആ അടയാളം, ആ അടയാളത്തിന്റെ പേര് ഇമ്മാനുവേൽ. സ്തോത്രം. രാത്രി കേൾക്കണം, ഈ അടയാളം കിട്ടാൻ പലരും ആഗ്രഹിച്ചു. യെശയ്യാവ് ആഗ്രഹിച്ചു, യിരെമ്യാവ് ആഗ്രഹിച്ചു, പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ആഗ്രഹിച്ചു. എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഇമ്മാനുവേൽ. അതാണ് ഇമ്മാനുവേൽ. അവരെല്ലാം കേട്ടു, അവരെല്ലാം പ്രവചിച്ചു, പക്ഷെ അവർക്കൊന്നും കാണാൻ കഴിയില്ല. ആമേൻ. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, ഞാൻ കഴിഞ്ഞ 7 ദിവസത്തെ ഉപവാസത്തിൽ ഒരു ദിവസം ഞാനത് സംസാരിക്കാനിടയായി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പൗലോസ് പറഞ്ഞു, ആമേൻ, അവർക്ക് പ്രവചിച്ചവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ കാലത്തുള്ള വെളിപ്പെടാനുള്ളതല്ല, ഇത് വരും തലമുറയിൽ, ആമേൻ, അതേ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ഈ അടയാളം, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ അടയാളം, ഇന്ന് രാത്രി സാത്താന്യ ശക്തികൾ ഭയക്കുന്ന ഈ അടയാളം, ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തരുത്. അതിന് വില കൊടുക്ക്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് രാത്രി ദിവസം പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, എനിക്ക് സാന്നിധ്യമാണ് വലുത്, എനിക്ക് സാന്നിധ്യമാണ് വലുത്. കർത്താവേ, എനിക്ക് സാന്നിധ്യമാണ് വലുത്. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് നിന്റെ സാന്നിധ്യമാണ്. മറ്റേതിനേക്കാളും എനിക്ക് വലുത് നിന്റെ സാന്നിധ്യമാണ്. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ യാത്രയിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ പാട്ടിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ ആരാധനയിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ പ്രസംഗത്തിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ സഭയിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം എൻ്റെ തലമുറയിലുണ്ടെങ്കിൽ, ഞാൻ അതിനെ ഓർത്ത് സ്വസ്ഥത കേടുണ്ടാകത്തില്ല. ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നോട് കൂടെ അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, നിന്റെ സാന്നിധ്യം എൻ്റെ സഭയിലുണ്ടാകണം. നിന്റെ സാന്നിധ്യം എൻ്റെ സഭയിൽ ഓരോ വിശ്വാസികളോട് കൂടെ ഉണ്ടാകണം, ഓരോ കുടുംബങ്ങളോട് കൂടെ ഉണ്ടാകണം. നിന്റെ സാന്നിധ്യം എൻ്റെ തലമുറകളോട് കൂടെ ഉണ്ടാകണം. പ്രാർത്ഥിച്ചാട്ടെ. നല്ല ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, യബ്ബേസിൻ്റെ അതിരിനെ വിസ്താരമാക്കുമെന്ന്, യബ്ബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം കൊടുത്തെന്ന്, യബ്ബേസ് പ്രാർത്ഥിച്ചതിന് ദൈവം അവന് നൽകിയെന്ന്. അങ്ങനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് മറുപടി തരുന്നൊരു ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ള മഹാകൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൂതിനായി സ്തോത്രം. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ഈ സാന്നിധ്യം ഞങ്ങളെ നടത്തട്ടെ, ഈ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, ഈ സാന്നിധ്യം ഞങ്ങളോട് സംസാരിക്കട്ടെ. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി തൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന അതേ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കും.